മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ദുരന്തമേഖലയിൽ കുടിൽകെട്ടി ദുരന്തബാധിതരുടെ പ്രതിഷേധം. ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നാളെ ദുരന്തബാധിതരുടെ കൂട്ടായ്മയായ ജനകീയ ആക്ഷൻ കമ്മിറ്റി കളക്ടറേറ്റ് മുമ്പിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട ഗുണഭോക്താക്കളുടെ കരട് പട്ടിക പുറത്തിറക്കി. 89 കുടുംബങ്ങളാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 242 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയ ആദ്യഘട്ട പട്ടിക നേരത്തെ പുറത്തിറക്കിയിരുന്നു. പുനരധിവാസത്തിൽ സർക്കാർ അലംഭാവം ചൂണ്ടിക്കാട്ടിയാണ് ദുരന്തഭൂമിയിൽ തങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ദുരന്തബാധിതർ കുടിലുകൾ കെട്ടി പ്രതിഷേധിക്കാനെത്തിയത്. എന്നാൽ ദുരന്തഭൂമിയിലെ പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകിയില്ല. പ്രവേശനം നിഷേധിച്ചതോടെ പോലീസും ദുരന്തബാധിതരും തർക്കമുണ്ടായി. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധമുയർത്തി. തുടർന്ന് പ്രതീകാത്മകമായി ബെയിലി പാലത്തിന് സമീപം കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. ഒഴിവാക്കപ്പെട്ട 31 കുടുംബങ്ങളെ കൂടി ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കളക്ടറെ സമീപിക്കാനും തീരുമാനിച്ചാണ് താൽക്കാലികമായി പ്രതിഷേധം അവസാനിപ്പിച്ചത്. പൊട്ടി രണ്ടാമത്തെ പൊട്ട് വരുന്നതിൻ്റെ മുന്നേ ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടാണ്. ആദ്യം ഞങ്ങൾ പുറത്തിറങ്ങിക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും ഉണ്ടാവണം, എല്ലാവരും പോയിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ ആരും പോയിട്ടില്ല, പക്ഷേ എൻ്റെ കുടുംബത്തിൽ 17 പേര് പോയി. ഈ സ്കൂൾ റോഡിലായിരുന്നു വീട്. ഈ റോഡ് പോയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അവിടെ പോയി കഴിഞ്ഞിട്ട് കുടുംബങ്ങൾ, അളിയൻ്റെ കുടുംബം, 2 അളിയന്മാരുടെ കുടുംബം ഒന്നായിട്ട് പോയി, ആരുമില്ല. അതുപോലെ അനിയൻ്റെ കുടുംബം എല്ലാവരും, ആരും ബാക്കിയില്ല. പിന്നെ അവരെ വീടൊന്നും എന്തായാലും ഇനിയിപ്പോൾ അവർക്ക് ആവശ്യമില്ല. പക്ഷേ അനിയൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനിയൻ്റെ വീടല്ലായിരുന്നു, അത് തറവാടാണ് ഞങ്ങളെ. ആ തറവാടിന് ഞങ്ങൾക്ക് വീട് ഇല്ലാത്തൊരു പെങ്ങളുണ്ട്, അവരെ പേർക്കാണ് ആ വീട് ചെയ്യേണ്ടത്. അതേസമയം പുനരധിവാസത്തിനുള്ള രണ്ടാം ഘട്ട കരട് പട്ടിക തയ്യാറായി. 81 കുടുംബങ്ങളാണ് രണ്ടാം ഘട്ട പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ദുരന്ത മേഖലയിലെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ഉൾപ്പെടുന്നവരുടെ ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചത്. വാർഡ് 10-ൽ 42, 11-ൽ 29, 12-ൽ 10 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതോടെ ടൗൺഷിപ്പിൽ 323 കുടുംബങ്ങളായി. നാളെ ജനകീയ ആക്ഷൻ കമ്മിറ്റിയും കളക്ടറേറ്റിന് മുമ്പിൽ ഉപവാസ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. പുനരധിവാസം വൈകുന്നതിനൊപ്പം 5 സെന്റ് ഭൂമി മാത്രം നൽകുന്നതിലും കേന്ദ്ര സർക്കാർ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിലും ദുരന്തബാധിതർക്ക് പ്രതിഷേധമുണ്ട്. കേന്ദ്ര സഹായം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് LDF വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാളെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ദുരന്തബാധിതർ ഉൾപ്പെടെ 165 പേരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. അമൃത ന്യൂസ്, വയനാട്.